ഒരു ഹിന്ദി നടി പറഞ്ഞ ഒരു കാര്യം ചർച്ചയാവുകയാണ്. അതായത് തപ്സി പന്നു എന്ന് പറയുന്ന ഒരു ഹിന്ദി നായിക ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഫോട്ടോ വെച്ചിട്ട് ചോദിച്ചു, നിങ്ങളിൽ ഏത് രാഷ്ട്രീയക്കാരനോടാണ് നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് മോദിയുടെ പടത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മോദിയാണ് ഇഷ്ടം. എന്നിട്ട് അതിന് മറുപടിയായിട്ട് പറഞ്ഞു, ഈ പേര് ഞാൻ പറഞ്ഞില്ലെങ്കിൽ 24 മണിക്കൂറിനകം ഒരുപക്ഷെ ഞാൻ ജീവനോടെ ഉണ്ടാവുക പോലും ചെയ്യില്ല, അല്ലെങ്കിൽ നാട് വിടേണ്ടി വരും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലരും അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് സ്ട്രൈക്കായിട്ട് തോന്നിയൊരു അഭിപ്രായം, അങ്ങനെയാണെങ്കിൽ മോദിയെ നിരന്തരം വിമർശിക്കുന്ന ഒരു സിനിമാ നടനാണ് പ്രകാശ് രാജ്. പ്രകാശ് രാജ് ഇവിടെ പയറ് വറുത്തതുപോലെ നടക്കുന്നുണ്ട്, ഒരു പ്രശ്നവും പ്രകാശ് രാജിന് സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ എന്തിനാണ് ചില ആളുകൾ ശ്രമിക്കുന്നത്? അല്ല, ഇതിപ്പം എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. രണ്ടുപേരുടെയും പടം വെച്ചിട്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതും ഈ നടിയുടെ അഭിപ്രായം ചോദിച്ചതും ആ നടി മോദിയുടെ പേര് പറയുന്നതും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ 24 മണിക്കൂറിനകം ഞാൻ ജീവനോടെ കാണത്തില്ലെന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ആ പരിപാടിയുടെ പിറകിൽ മോദിയെ അപമാനിക്കുക എന്നുള്ളത് മാത്രമാണ്. മനസ്സിലാവുന്നുണ്ട്? അതിപ്പോൾ എന്തുവായാലും ആര് കേട്ടാലും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് സംഭവിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. 24 മണിക്കൂറിനകം എന്തായാലും സംഭവിക്കത്തില്ല. ഇനി അങ്ങ് സംഭവിക്കുക എന്ന് നമ്മളങ്ങ് വിചാരിച്ചാൽ തന്നെ 24 മണിക്കൂറിനകം സംഭവിക്കത്തില്ല. കാരണം എന്തെന്ന് കണ്ടാൽ ഇത് ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ എത്ര പറയുമ്പോഴും മറ്റ് ഉത്തര കൊറിയൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഭരണാധികാരിയുടെ കൂട്ട് കൈകൊട്ടിയാലും അയാൾക്ക് ഇഷ്ടമില്ലാതെ ചിരിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാലും വെടിവെച്ച് കൊല്ലാൻ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഇത്. പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തിനെ വോട്ട് ചെയ്യുന്നൊരു ഇന്ത്യയുടെ മാൻഡേറ്റിനും വലിയ പേഴ്സൺ സാറേ വളരെ വലിയ പ്രത്യേകതയുണ്ട്. അവരേത് സമയം ഏത് തീരുമാനം എടുക്കുമെന്നുള്ളതും അവരെടുക്കുന്ന തീരുമാനം പലപ്പോഴും പല സമയങ്ങളും രാഷ്ട്രീയത്തിനകത്ത് മെയ്വഴക്കമുള്ളതും പരിചയമുള്ളതും പരിചയസമ്പത്തുള്ളവരുമായിട്ടുള്ള ആൾക്കാരെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. കൃത്യമായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് കഴിയുന്ന ആൾക്കാരുള്ള ഒരു ഇടം തന്നെയാണ്. നമ്മൾ എത്ര ഭൗരദോഷികളെന്ന് പറയുമ്പോഴും പാമ്പ് പിടുത്തക്കാരെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ കൈനോട്ടക്കാരെന്ന് പറയുമ്പോഴും ധാരാളം ജാതിയും മതവും സംസ്കാരം കൂട്ടിക്കലർന്നതാണെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ പട്ടിണിക്കാർ കൂടുതലുള്ളതാണെന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസം കുറവുള്ളതാണെന്ന് പറയും ചില കാര്യത്തിനകത്ത് അത് പല ഇന്ത്യയിലെ പുറകോട്ടുള്ള രാഷ്ട്രീയം കാര്യത്തിനകത്ത് തീരുമാനം. അപ്പം അങ്ങനത്തെ ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു സംവിധാനം ഇത്തരത്തിലൊരു കാര്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വളരെ കൃത്യമായിട്ട്, അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ കാര്യത്തിനകത്തും ഓരോ കാര്യം കൊണ്ട്, ഇപ്പോൾ മോദിയുടെ കാര്യം പറയുമ്പോൾ അത് ലോകം മൊത്തം ചർച്ചയാവും. അതായത് മോദിക്കെതിരെ പറയുന്ന ആൾക്കാർ, ഇപ്പോൾ ധന്യ തന്നെ പറഞ്ഞതുപോലെ പ്രകാശ് രാജ് മാത്രമല്ല, മോദിക്കെതിരെ പറയുന്ന ആരുണ്ട്? ഇങ്ങേറ്റം ഇവിടെ വരുമ്പോൾ സന്ദീപ് വാര്യർ വരെ ഉണ്ട്. അത് തന്തയ്ക്കാണ് വിളിക്കുന്നത്. പുള്ളി ഒരു പ്രാവശ്യം ഒരു ചർച്ചയ്ക്കകത്ത് ഞാൻ ഈ പറഞ്ഞ കേട്ടത് നമ്മൾ എനിക്കിതൊരു ഊർജ്ജമാണെന്നാണ് പറയുന്നത്. കാരണം ഒരു ദിവസം എനിക്ക് 100% എന്നെ പറ്റിയുള്ള വിമർശനം വരുമ്പം 80% എനിക്ക് ചീത്ത വിളിയും. അതായത് പുള്ളി പറഞ്ഞ അച്ഛന് വിളിയാന്ന് പറഞ്ഞു, ചീത്ത വിളി 20% പുകഴ്ത്തലേ ഉള്ളൂ. അപ്പം 80% ഈ ചീത്ത വിളിക്കകത്ത് നിന്ന് ഉണ്ടാക്കിയെടുത്ത്, അല്ലെങ്കിൽ ഞാനിത് പോസിറ്റീവായിട്ട് എടുത്തത് കൊണ്ടും അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ, ചീത്ത വിളിക്കുന്നതിനകത്തൊരു കാര്യം കാണണ്ടേ. ഇപ്പോൾ സാറിനെ ചീത്ത വിളിക്കണമെങ്കിൽ അല്ലെങ്കിൽ പീഴ സാറിനെ ഞാൻ ചീത്ത വിളിക്കണമെങ്കിൽ ഒന്നെങ്കിൽ മനഃപൂർവ്വം വിളിക്കണം, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യുന്നതിന് വിളിക്കണം. അപ്പം ഇവർ ചീത്ത വിളിക്കുന്നതിനകത്ത് തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി ഞാൻ മുന്നോട്ട് പോകും. ബാക്കിയുള്ളവർ അവരെന്നോടുണ്ടോ അല്ലെങ്കിൽ അവർക്കെന്തോ താല്പര്യക്കുറവുണ്ട് അല്ലെങ്കിൽ അവരുടെ വിചാരത്തിനകത്തുള്ള വ്യത്യാസം കൊണ്ടാണ്, അപ്പം അത് തിരുത്താൻ വേണ്ടി നോക്കി അങ്ങനെ ഞാൻ ഓരോ ദിവസവും രാഷ്ട്രീയ പ്രവർത്തനവും ഈ പറയുന്ന ഒരു ബലവുമാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഇതും മോദിയെ ഇപ്പൊ ഈ നടി വലിയ സ്റ്റാർ ആവും, സിനിമയൊന്നും ഇല്ലെങ്കിലും വലിയ സെലിബ്രിറ്റി ആവും. തപ്സി പന്നു നാളെ കാലത്ത് ലോകം മൊത്തം അറിയുന്ന ഒരാളാവും. അതും ഒരു നേട്ടമാണ് മോദിയെ പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കും, നാളെ അവിടെ ഇറങ്ങിയിട്ട് മോദിയുടെ എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞൊരു വേളമൊക്കെ ഉണ്ടാക്കി ഞാൻ ഇന്റർനാഷണൽ സെലിബ്രിറ്റി ആവും. കാരണം അത്രയും വലിയ വലിപ്പത്തിലുള്ള ആളാണ്. മോദിയും ഇത് വലിയ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. മോദി എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല. ചീത്ത പറയാനും മോദി, ആനുകൂല്യം പറയാനും മോദി. ഇത് മോദി വളരെ കൃത്യമായിട്ട് മോദി വന്ന ഒരു സമയം ഉണ്ടായിരുന്നു 2010. ഇവിടെ ആർക്കും അത് മനസ്സിലായില്ല. ആ സമയത്ത് കൃത്യമായിട്ട് അത് കൈകാര്യം ചെയ്തു. കാരണം ഇന്ത്യ മൊത്തം ആടെ നാക്കിലെടുത്ത് ഇപ്പൊ പ്രകാശ് രാജ് ചീത്ത പറയുന്നു, ഈ കൊച്ചു ചീത്ത പറയുന്നു, അത് മോദിയാ. അനുകൂലമായിട്ട് പറഞ്ഞു ഇത് മോദി. ഇതിങ്ങനെ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ മോദി 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 മോദി. എവിടെ പുള്ളി ചെന്നാലും വിദേശ രാജ്യങ്ങളിൽ ചെന്നാലും അവിടെ കണ്ടിട്ടില്ലേ മോദി മോദി മോദി, ഓം 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 എന്നൊക്കെ പറയുന്നവരൊക്കെ. അപ്പൊ ഇതൊന്നും ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല. മോദി വല്ലാത്തൊരു സാധനമാണ്. അത് ലോകത്തുള്ള ആൾക്കാർക്ക് മനസ്സിലായി. ഇന്ത്യക്കാർക്ക് കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലാകാൻ വളരെ സമയമെടുക്കും.
എന്താണ് ഭാഷയെ അല്ല, ഇതൊക്കെ വളരെ ക്രിയേറ്റഡ് ആയിട്ടുള്ള നരേറ്റീവ്സ് മാത്രമാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് ക്രിയേറ്റഡ് നരേറ്റീവ്സ് ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ ഓരോരോ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ മോദി വിരുദ്ധ താല്പര്യരായിട്ടുള്ള ആളുകളെല്ലാം ഒരുമിച്ച് ചേർന്ന് പലതരത്തിലുള്ള ഇത്തരം ക്രിയേഷൻസ് നടത്തുന്ന അതിലൊരെണ്ണം മാത്രമായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നുള്ളൂ. മോദിയും അതേപോലെ തന്നെ BJPയും RSSും ഒക്കെ അവരുടേതായിട്ടുള്ള കർക്കശ നിലപാടുകൾ, സമീപനങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില സമയത്തൊക്കെ ചില ആളുകളെയൊക്കെ അവർ ഉപദ്രവിച്ചെന്നൊക്കെ ഇരിക്കും. അതങ്ങനെ എല്ലാ പാർട്ടികളും നടത്തുന്നുണ്ട്. എല്ലാ പാർട്ടികൾക്കും എതിരെ നമ്മൾ ഇത്തരത്തിൽ ഉള്ള വിലാപങ്ങൾ ഉയർത്തുകയും സാധാരണ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ശരിക്കും പറഞ്ഞു ഇത് വളരെ കൃത്യമായിട്ട് ക്രിയേറ്റഡ് നാരേറ്റീവ് ആണ് എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഒറ്റപ്പെട്ടതായ പല പ്രശ്നങ്ങളും പലയിടങ്ങളിലും ഉണ്ടാകും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ പുറത്ത്, ഞാൻ ഡൽഹിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് കേരളം എന്ന് പറയുന്നത് ഒരു കൊലക്കളമാണ്, കൊലയാളികളുടെ നാടാണ്. CPM-കാർ മുഴുവൻ കൊലയാളികളെന്ന് പറയുന്ന നെഗറ്റീവ്സാണ് അവിടെ BJP-കാരെന്ത് ചെയ്യുന്നത്, ഇറക്കി വിടുന്നത്. മനസ്സിലായി? അതേപോലെ തന്നെയാണ് BJPക്കും RSSനും എതിരായിട്ടും ഇതേപോലെ തന്നെ നെഗറ്റീവ്സ് പല സ്ഥലങ്ങളിലും വരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധപൂർവമായിട്ടുള്ള ഇത്തരത്തിലുള്ള നെഗറ്റീവ് നിർമ്മാണം എന്ന് പറയുന്നത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെയും യഥാർത്ഥത്തിൽ കുറേ സ്ഥലങ്ങളിലൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ടായി. ഇപ്പോൾ പശുവിറച്ചി വീട്ടിൽ സൂക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ തല്ലിക്കൊല്ലുന്നു. അതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ മാത്രമാണ് നമ്മുടെ സമൂഹത്തിന് സ്വസ്ഥതയുള്ള സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിത സാധ്യത എന്ന് പറയുന്നത് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ക്രിയേറ്റീവ് നെഗറ്റീവ്സിനെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവങ്ങളെ പോലും നമുക്ക് കണ്ടെത്താനും മനസ്സിലാക്കാനും കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റേത് ശരിയേതെന്ന് നമുക്കറിയില്ല. ഇന്നത്തെ ലോകം തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേക്ക് ന്യൂസുകളുടെ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും നുണ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കഥകളാണ് വാർത്തകളായിട്ടും അതുപോലെ വസ്തുതകളുമായിട്ടും നമ്മുടെ മുന്നിലേക്ക് വിളമ്പുന്നത്. നമുക്കിപ്പോൾ അറിയില്ല ഇതിലേതാണ് തെറ്റ്, ഏതാണെന്ന് ശരിയാണെന്നുള്ളത്. തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ സംവിധാനങ്ങൾ മാറിയില്ലെങ്കിൽ പുതിയ കാലത്ത് ജീവിതവും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, ഇൻ്റർപ്രിട്ടേഷൻസ് അതൊക്കെ വളരെ കുഴപ്പം പിടിച്ചായിത്തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ മോദിക്കെതിരെ വളരെ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള നെഗറ്റീവ് വരുമ്പോൾ അത് തികച്ചും തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ രാഹുൽ ഗാന്ധി തന്നെ എത്രത്തോളം ഒരു പ്രതിപക്ഷ നേതാവായി ഇരിക്കേണ്ട ഒരാൾ പറയേണ്ട രീതിയിലല്ല പലപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി വിമർശിക്കുന്നത്. പിന്നെ ചായക്കടക്കാരൻ വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ തിരിച്ചും രാഹുൽ ഗാന്ധിക്കെതിരെയും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു മര്യാദയില്ലാത്ത ഭാഷകളാണ് പരസ്പരം ഉപയോഗിക്കുന്നത്. അത് ഗുണകരമായ കാര്യമല്ല. അല്ല, പക്ഷെ അത് ഓക്കെ, രാഷ്ട്രീയപരമായ പോരുകൾ എന്ന് പറയാം. ഇപ്പൊ ഞാൻ നരേന്ദ്രമോദിയെ തൊട്ടില്ലെങ്കിൽ 24 മണിക്കൂറിനകം എനിക്ക് ചിലത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവ് എന്താണ് എന്നുള്ളത് പറയേണ്ടത്. അതെ, തീർച്ചയായിട്ടും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. എന്തിനാണ് അത് പറഞ്ഞു എന്നുള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണാം പുറത്തു വരുന്ന ഓരോ വിവരങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.